നമസ്കാരം. ശക്തമായ പോരാട്ടങ്ങൾക്ക് വേദിയാവുകയാണ് ഇന്ത്യൻ ടെലികോം വ്യവസായ മേഖല. മുൻനിരയിൽ തന്നെയുള്ള ഓരോ കമ്പനികളും അത്രയും മികച്ച ഓഫറുകളുമായി ഉപയോക്താക്കളെ ചാക്കിട്ട് പിടിക്കുകയാണ്. റീചാർജ് പ്ലാനുകൾ തന്നെയാണ് ഉപയോക്താക്കളെ ആകർഷിക്കാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് തിരിച്ചറിഞ്ഞ റിലയൻസ് ജിയോയും BSNL ഒക്കെ ഇപ്പോൾ വലിയ ഓഫറുകളാണ് നൽകി വരുന്നത്. വിപണിയിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന കമ്പനികളായ ജിയോയും BSNL മാത്രമല്ല ഇവിടെ സർവീസ് ഓപ്പറേറ്റർമാരായിട്ടുള്ളത്. ജിയോ ഇന്ത്യയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വിപണി പിടിച്ചുകുലുക്കിയ എയർടെലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്നും എയർടെലിനൊപ്പം തന്നെ തുടരുന്ന കോടിക്കണക്കിന് ഉപഭോക്താക്കളാണുള്ളത്. അവർക്ക് വേണ്ടി കമ്പനി നിരവധി ഓഫറുകളാണ് പുതുതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡാറ്റയും ഫ്രീ കോളും തന്നെയാണ് ഉപയോക്താക്കളെ ആകർഷിക്കുന്ന പ്രധാന വിഷയങ്ങൾ. ഒപ്പം ഇന്റർനെറ്റ് വേഗതയും. എന്നാൽ എയർടെലിനെ സംബന്ധിച്ച് നെറ്റ് വേഗത ഒരു വിഷയമേ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. രാജ്യത്തെ ഏറ്റവും മികച്ച 5G സംവിധാനം നിലവിലുള്ള കമ്പനികളിൽ ഒന്നാണ് എയർടെൽ. നിലവിൽ കമ്പനി നൽകി വരുന്ന ഏറ്റവും മികച്ച ദൈർഘ്യമേറിയ ഓഫറിനെ കുറിച്ച് നോക്കാം. എയർടെൽ 3599 രൂപ പ്ലാന് നിലവിൽ കമ്പനി നൽകി വരുന്ന ഏറ്റവും മികച്ച ദീർഘകാല ഓഫറുകളിൽ ഒന്നാണ്. ഭാരതി എയർടെലിന്റെ ഈ റീചാർജ് പ്ലാനിൽ ദിവസേന 2 GB ഹൈസ്പീഡ് ഡാറ്റ നിങ്ങൾക്കായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇത് വർഷം മുഴുവനായും നൽകുന്നതിനാൽ നിങ്ങൾക്ക് ആകെ 720 GB ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ദിവസം 10 രൂപയിൽ താഴെ നിരക്കിൽ ഇത്രയും മികച്ച ഓഫർ വേറെ എവിടെ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. ഡാറ്റ ഓഫറിന് പുറമെ സൗജന്യ നാഷണൽ റോമിംഗ് ആസ്വദിക്കാനും ഉപയോക്താക്കൾക്ക് സാധിക്കും. രാജ്യത്തുടനീളമുള്ള ഏത് ടെലികോം നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാത്ത സൗജന്യ കോളിംഗ് അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ദിവസേന 100 സൗജന്യ SMS സന്ദേശങ്ങൾ കൂടി ഈ പ്ലാനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിനു പുറമെ നിങ്ങളുടെ മേഖല 5G കവറേജ് കിട്ടുന്ന ഇടമാണെങ്കിൽ സൗജന്യം 5Gയും ആസ്വദിക്കാനുള്ള അവസരവും നിങ്ങൾക്കുണ്ട്. നിലവിൽ എയർടെൽ നൽകുന്ന ഈ ഓഫർ എന്തുകൊണ്ടും അഫോർഡബിൾ തന്നെയാണെന്ന് നിസ്സംശയം പറയാം. കാരണം ദിവസേനയുള്ള ഓഫർ വെച്ച് കണക്കുകൂട്ടുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 രൂപയിൽ താഴെയാണ്. ഇനി എയർടെലിന്റെ പുതിയ ചില ഓപ്ഷനുകൾ നോക്കിയാൽ ഇതിൽ പ്രതിദിന ഡാറ്റ അലവൻസുകൾ തീർന്നതിന് ശേഷവും ആനുകൂല്യങ്ങൾ നൽകുന്നത് തുടരാനുള്ള ചില റീചാർജ് പ്ലാനുകളുമുണ്ട്. ഇതിനായി 161 രൂപ, 181 രൂപ, 351 രൂപ എന്നിങ്ങനെയുള്ള ഓഫറുകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ BSNLന്റെ കുതിപ്പിൽ സ്വകാര്യ ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോ, ഭാരതി എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നിവർക്ക് ഒരു മാസത്തിനുള്ളിൽ നഷ്ടമായത് 1 കോടിയിലധികം ഉപയോക്താക്കളെയാണ്. സെപ്റ്റംബർ മാസത്തെ കണക്കുകൾ പ്രകാരം 3 കമ്പനികൾക്ക് 1 കോടി ഉപയോക്താക്കളെ നഷ്ടമായപ്പോൾ BSNLിലേക്ക് പുതുതായി എത്തിയത് 8.5 ലക്ഷം ഉപയോക്താക്കളാണെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച കണക്കുകൾ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തുവിട്ടിട്ടുമുണ്ട്. ജിയോയുടെ വയർലെസ് വരിക്കാരുടെ എണ്ണം സെപ്റ്റംബറിൽ 46.37 കോടി ആയിട്ടുണ്ട്. എയർടെലിൻ്റെത് 38.34 കോടിയും VIയുടേത് 21.24 കോടിയുമാണ്. BSNL വയർലെസ് വരിക്കാരുടെ എണ്ണം 9.18 കോടിയായി ഉയർന്നിട്ടുണ്ട്.